അപ്പോൾ ഇന്നത്തെ വീഡിയോ 2 മിനിറ്റിൽ നമുക്ക് എങ്ങനെ അടിപൊളി പരിപ്പ് കറി വെക്കാമെന്നാണ് കേട്ടോ. നമ്മുടെ സാധാരണക്കാരുടെ സാമ്പാർ എന്നൊക്കെ വേണമെങ്കിൽ പറയും, അതിൽ കഷ്ണമില്ലാണ്ടുള്ള സാമ്പാർ എന്ന് പറയാം കേട്ടോ. നമ്മുടെ വീട്ടിൽ പ്രത്യേകം കറിയൊന്നും ഇല്ലാത്ത സമയത്ത് എപ്പോഴും പരിപ്പ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പം വെക്കാൻ പറ്റുന്ന 2 മിനിറ്റ് കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന പരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സവോളയും പച്ചമുളകും വെളുത്തുള്ളി അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പൊടിയുപ്പാണ് കേട്ടോ ഇടുന്നത്. അതായത് പരിപ്പിന് കനം കുറവാണ്, പൊടിയുപ്പാണ് ഇടുന്നത്. അതിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതോടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നോക്കും. പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് തുണികളൊക്കെ ഒന്ന് എടുത്തിടാമെന്ന് വിചാരിച്ചു താഴേലും. അപ്പോൾ നമ്മുടെ ബാക്കിൽ നമുക്ക് ചാർത്ത് പോലെയുണ്ട്. അപ്പം നമ്മൾ വെയിൽ കുറവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ മഴ പെയ്താലെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയാണ് ഇടാറ്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലത്തെ ജാതിത്തോട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു ജാതിക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ നമ്മുടെ വീട്ടിൽ മരത്തിൽ നിറച്ചും കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ നമുക്ക് താഴെ വീണ് ചെറുതായിട്ട് ചതഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കറി വെക്കണേനും കുഴപ്പമില്ല. പക്ഷേ കടയിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോഴും സ്കൈ കാണാൻ നല്ല ഭംഗി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്താണെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ താഴേക്ക് ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കില്ലേ, പണ്ട് ഞാൻ വീഡിയോസ് എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയില്ല. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് അങ്ങനെയൊക്കെ സ്കൈ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നൊന്നും നോക്കാറുന്നില്ലേ? നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തപ്പോഴാണ് പഠിപ്പിന് തിളച്ച് പോയോ ഇതിന് മിക്കപ്പോഴും പറ്റാണ്ട്. അപ്പോൾ നല്ല തള വന്നിട്ടുണ്ട്, പക്ഷേ തിളച്ച് പോയിട്ടുണ്ടായില്ല എൻ്റെ ഭാഗ്യം. പിന്നെ ഈ പരിപ്പ് കറി വെക്കണതിന് മുമ്പ് ഞാൻ കുറച്ച് ചെമ്മീനെടുത്ത്, അത് ഉണക്ക ചെമ്മീനെടുത്ത് റോസ്റ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് പരിപ്പ് കറിയും കൂട്ടി നമ്മുടെ മിനി സാമ്പാറും കൂട്ടി നമുക്ക് കഴിക്കാം. പിന്നെ ഞാനതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ അവസാനം ഞാനൊരു സാധനം ചേർക്കും. അതാണ് നമ്മുടെ സാമ്പാർ പൊടി. അതായത് നമ്മളിപ്പോൾ ഇത് കഴിക്കുമ്പോൾ ആക്ച്വലി ഇതൊരു പരിപ്പ് കറിയായിട്ട് നമുക്ക് തോന്നാറില്ല. ശരിക്കും ഒരു സാമ്പാർ കഴിക്കുന്ന ആ രീതിയിലാണ് തോന്നാറുള്ളത്. അപ്പോൾ അത് കഴിക്കാനും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സാമ്പാർ കൂട്ടി ചൂടൻ ചോറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല, നമ്മൾ പ്രത്യേകിച്ച് മലയാളീസും. അപ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. എന്നാൽ തന്നെ ഇതിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. പരിപ്പ് പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ അളവ് കുറച്ച് എടുക്കുക, ഒരുപാട് പരിപ്പ് എടുക്കരുത്. എനിക്കങ്ങനെ ഒരുപാട് കുറുകി പോകുന്ന ആ രീതി ഇഷ്ടമല്ല. നല്ല ലൂസായിട്ട് വെള്ളമുള്ള രീതിയിൽ വേണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം വെള്ളം കൂടുതലിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മുടെ കണ്ടിട്ട് നിങ്ങൾക്ക് സാമ്പാറൊക്കെ പോലെ തോന്നില്ല. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറും 10 മിനിറ്റ് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അത് സാമ്പാർ പരിപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ച കറിയൊക്കെ റെഡിയായില്ലേ, നമുക്കിനി ബ്രഞ്ച് അങ്ങ് കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാനത് എടുത്തിട്ടുണ്ട്. നല്ല ചൂടൻ ചോറിലേക്ക് നല്ല ചൂടൻ സാമ്പാർ പരിപ്പ് കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ തോരൻ. ഇനി ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് കൊതിയിടരുത്, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിത് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് സാറ്റർഡേ ആയിട്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കില്ലായിട്ട്. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സപ്പോർട്ടാണ് നമ്മുടെയൊക്കെ ചാനലിൻ്റെ വിജയം.